السلام عليكم ورحمة الله. بسم الله والحمد لله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഖത്തീബ് അറിയേണ്ടതും പാലിക്കേണ്ടതും എന്ന വിഷയത്തിൻ്റെ തുടർഭാഗമാണ് പറയാൻ പോകുന്നത്. ജമാഅത്തുമായി ബന്ധപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ടതാണ് സഫ് ശരിപ്പെടുത്തുക എന്നുള്ളത്. വയുസ്തഹബു തസ്വിയത്തു സുഫൂഫി, സഫുകളെ സമമാക്കൽ സുന്നത്താണ്. വൽ അംറു ബിദാലിക, അതുകൊണ്ട് കൽപ്പിക്കലും സുന്നത്താണ്. ലികുല്ലി അഹദിൻ, ഓരോരുത്തർക്കും, ജമാഅത്തിന് ഹാജറുള്ള എല്ലാവർക്കും അത് സുന്നത്തുണ്ട്. എന്നാൽ വഹുവ, ഈ സമമാക്കലും കൽപ്പിക്കലും, മിനൽ ഇമാമി, ഇമാമിൽ നിന്ന് എന്ന് പറയുമ്പോൾ ബി നഫ്സിഹി, ഇമാമ സ്വന്തം നിലക്കോ അതല്ലെങ്കിൽ ഔ മഅ്ദൂനിഹി, അവൻ സമ്മതം നൽകിയവൻ മുഖേനയോ ഇമാമ് അക്കാര്യം ചെയ്യൽ ആക്കതു ശക്തമായ സുന്നത്താണ്. അപ്പോൾ ഈ പറഞ്ഞത് ജുമുഅ അടക്കമുള്ള എല്ലാ നമസ്കാരങ്ങൾക്കും ബാധകമാണ് എന്ന ഈ പൊതുപ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷറഹു ബാഫദിൽ 2:39. ഇനി വെള്ളിയാഴ്ചയിൽ സഫ് ശരിപ്പെടുത്താൻ വേണ്ടി പറയുന്നതിൻ്റെ വിധി, അത് വ്യക്തമായി ഇമാമുകൾ പറഞ്ഞിട്ടുണ്ടോ? തുഹ്ഫയിൽ ബാങ്ക് ഇഖാമത്തിൻ്റെ അധ്യായത്തിൽ ഇഖാമത്തിൻ്റെ ശേഷം എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇമാമിന് ശക്തമായ സുന്നത്തും കൂടിയാണ് സഫുകളെ സമമാക്കൽ കൊണ്ട് കൽപ്പിക്കുക. ബിനഹവി ഇസ്തവൂ റഹ്മക്കുമുല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വലിയ പള്ളിയാകുമ്പോൾ അമറൽ ഇമാമു മൻ യഅ്മുറു ബി തസ്വിയത്തി, സഫ് സമമാക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ഒരാളോട് ഇമാമു കൽപ്പിക്കുകയും, ഫയതൂഫു അലൈഹിം, അവർ ഈ ജനങ്ങളുടെ മേൽ ചുറ്റുകയും, ഔ യുനാദി ബിഹിം, അതല്ലെങ്കിൽ അവരിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുക. വയുസന്നു ലി കുല്ലി മൻ ഹദറ, അവിടെ ഹാജറുള്ള എല്ലാവർക്കും സുന്നത്താണ് യഅ്മുറ ബിദാലിക, ഈ സഫിനെ സമമാക്കൽ കൊണ്ട് കൽപ്പിക്കല്. മൻ റആ മിൻഹു ഖലലൻ ഫി തസ്വിയത്തി സഫി, അതായത് സഫിൽ ഖലല് അവരിൽ നിന്ന് കണ്ടാൽ ആ കണ്ട ഒരുത്തൻ കൽപ്പിക്കുക. അപ്പോൾ ഇത് എല്ലാ നമസ്കാരങ്ങൾക്കും ഉള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ വലിയ പള്ളിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ ശേഷം തുഹ്ഫയിൽ കാണാൻ കഴിയും, വലാഹിറുൻ അന്നൽ കലാമ ഫീ ഗൈരിൽ ജുമുഅത്തി, വ്യക്തമാണ് ഈ പറഞ്ഞ കലാമ് പള്ളി വലുതൊക്കെ ആകുമ്പോൾ ഇമാമ് അവിടെ ജനങ്ങളിടയിൽ ചുറ്റി സഞ്ചരിച്ച്, അതല്ലെങ്കിൽ അവരെ വിളിച്ചു പറഞ്ഞ് ഇക്കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരാളോട് കാര്യങ്ങൾ കൽപ്പിക്കണം, അവരത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഫീ ഗൈരിൽ ജുമുഅത്തി, ജുമുഅ അല്ലാത്തതിലാണ്, ജുമുഅ അല്ലാത്ത മറ്റു നമസ്കാരങ്ങളിലാണ്. കാരണം എന്തുകൊണ്ട്? ലി ഉജൂബിൽ മുവാലാത്തി ബിഹ, ജുമുഅയിൽ ഖുതുബന്റെയും നമസ്കാരത്തിൻ്റെയും ഇടയിൽ മുവാലാത്ത് നിർബന്ധമാണ്. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ അഖഫ് മുംകിനായ നിരക്ക് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയത്തിൻ്റെ മുമ്പായി അവൻ ഖുതുബ കഴിഞ്ഞ് നമസ്കാരത്തിൽ പ്രവേശിച്ചിരിക്കണം. അപ്പോഴാണ് മുവാലാത്ത് വരിക. ഏകദേശം ഒരു
1.5 മിനിറ്റ് സമയമാണ് അതിന് വേണ്ടി വരിക. അപ്പോൾ 1.5 മിനിറ്റിൻ്റെ മുമ്പായിക്കൊണ്ട് ഖുതുബ കഴിഞ്ഞ് നിസ്കാരത്തിൽ പ്രവേശിച്ചിരിക്കണം. ആ നിലക്ക് മുവാലാത്ത് ജുമുഅയിൽ നിർബന്ധമായതുകൊണ്ട് ഇങ്ങനെ ആളുകൾ ചുറ്റി സഞ്ചരിച്ച് ഇക്കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് ഒഴിവാക്കണം. വയഹ്താത്തുലിൽ വാജിബി മാല യഹ്താത്തുലി ഗൈരിഹി. നിർബന്ധമായ കാര്യമല്ലാത്തതിനക്ക് സൂക്ഷ്മത കാണിക്കേണ്ട ഇതും രണ്ടും വ്യത്യാസമുണ്ടല്ലോ. അപ്പം അല്ലാത്തതിന് സൂക്ഷ്മത പാലിക്കേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷ്മത പാലിക്കണം. അപ്പം അതുകൊണ്ട് ജുമുഅയിൽ ഇമാമ് മാത്രം കൽപ്പിച്ചാൽ മതി എന്നർത്ഥം. ഇത് തുഹ്ഫ 1-476. വഖത്തുൽ ഇഖാമത്തി ഇൻദ ഇറാദത്തി ദുഖൂലി ഫിസ്സലാത്തി. ഇഖാമത്തിൻ്റെ സമയം നിസ്കാരത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്താണ്. ബിശർത്തി അല്ലാ യത്തൂലൽ ഫസ്ലു ഇല്ലാ ബി മന്ദൂബിൻ. ഇഖാമത്തിൻ്റെയും നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെയും ഇടയിൽ ഫസ്ല് ദീർഘമാകാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. ഇല്ലാ ബി മന്ദൂബിൻ, സുന്നത്തായ കാര്യം കൊണ്ടല്ലാതെ. സുന്നത്തായ കാര്യം കൊണ്ട് ദീർഘമായാലും പ്രശ്നമില്ല. കംബ്രിൽ ഇമാമി, അത് സുന്നത്തായ കാര്യം ഏതുപോലെ ഇമാമ് കൽപ്പിക്കുക ബി തസ്വിയത്തി സുഫൂഫി, സഫിനെ സമമാക്കൽ കൊണ്ട്, ബി നഫ്സിഹി ഔ ബി ഗൈരിഹി, സ്വന്തം നഫ്സ് കൊണ്ടോ അല്ലാത്തവരെ കൊണ്ടോ മറ്റുള്ളവരെ കൊണ്ടൊക്കെ. ഫഇന്നഹു യുൻദബു ലഹു, കാരണം ഇമാമിനിക്ക് സുന്നത്താണ്. ഇദാ കബുറൽ മസ്ജിദു, പള്ളി വലുതായാൽ, വലിയ പള്ളിയാണ്, അൻ യഅ്മുറ, അവൻ കൽപ്പിക്കാം, മൻ യതൂഫു അലൈഹിം, ഈ ജനങ്ങളുടെ മേൽ ചുറ്റുന്ന ഒരാളോട്, വയുനാദിഹിം, അവരോട് വിളിച്ചു പറയുന്ന ഒരാളോടും കൽപ്പിക്കുക, ബിദാലിക്ക, ഇതുകൊണ്ട്, ഈ സഫിനെ സമമാക്കൽ കൊണ്ട്, ഇല്ലാ ഫിൽ ജുമുഅത്തി, ജുമുഅയിൽ ഒഴികെ. അപ്പോൾ ജുമുഅയിൽ ഇങ്ങനെ പള്ളി വലുതായോടത്ത് ആളുകൾക്കിടയിൽ ചുറ്റി സഞ്ചരിച്ച് വിളിച്ചു പറയുന്ന ആളോട് ഇമാമ് കൽപ്പിക്കേണ്ടതില്ല എന്ന് കല്ലൂബി 1-130 കാണാം. അപ്പോൾ ഇവിടെ ഇല്ലാഫിൽ ജുമുഅത്തി എന്ന് പറഞ്ഞത് വളരെ വ്യക്തമാണ്. ആ ഇസ്തിസ്ന ഫഇന്നഹു യുൻദബു ലഹു ഇദാ കബുറൽ മസ്ജിദു അൻ യഅ്മുറ മൻ യതൂഫു അലൈഹിം വയുനാദിഹിം ബിദാലിക എന്ന് പറഞ്ഞതിൽ നിന്നാണ് എന്ന്. അപ്പോൾ ജുമുഅക്ക് ഇതാണ് വേണ്ടാത്തത്, സുന്നത്ത് ഒഴിവാക്കേണ്ടത്. പള്ളി വലുതാവുമ്പോൾ ആളുകളെ വിട്ട് ഇക്കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ജുമുഅയിൽ ഒഴിവാക്കണം. അതിനും പുറമെ അൽ ഖുററുൽ ബഹിയൻ്റെ 2-33 അതുപോലെ തന്നെ ഇഖ്നാഇൻ്റെ ബുജൈരിമി 2-210 ഒക്കെ ജുമുഅൻ്റെ അധ്യായത്തിൽ കാണാൻ കഴിയും. അതുപോലെ അസ്നൽ മത്വാലിബിൻ്റെ 1-268 ഈ വെള്ളിയാഴ്ചയിലുള്ള വിഷയം പറഞ്ഞുകൊണ്ട് പറയാണ്, കമാ മർറബി അന്നഫി തർക്കി ഹർത്തിഹ, ഈ സഫുകളെ പിളർത്തുന്നതിനെ ഒഴിവാക്കുന്നതിലുണ്ട് ഇദ്ഖാലൽ നഖ്സി അലാ സ്വലാത്തിഹി, സ്വന്തം നിസ്കാരത്തിൻ്റെ മേൽ ന്യൂനതയെ പ്രവേശിപ്പിക്കലുണ്ട്. മുന്നിൽ വടവ് കാണുമ്പോൾ സഫിനെ പിളർത്തി അവിടെ പോയി ആ വടവ് നികത്തണം ആണല്ലോ ഉള്ളത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിസ്കാരത്തിൽ വരുന്ന കമ്മി സ്വന്തം നിസ്കാരത്തിനും സംഭവിക്കും. അതുപോലെ സ്വലാത്തിഹിം, അവിടെ നിസ്കരിക്കുന്ന മറ്റുള്ളവർ നമസ്കാരത്തിലും ആ ന്യൂനതയെ പ്രവേശിപ്പിക്കൽ വരുന്നുണ്ട്. ബി ഖിലാഫി തർക്കി തഹത്തിർഖാബി, ജനങ്ങളുടെ പെരടിയെ ചാടിക്കടക്കലിനെ ഒഴിവാക്കലിന് എതിരുകൊണ്ട്, അത് ഒഴിവാക്കിയത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല, അത് ഒഴിവാക്കണം. ഫഇന്നഹു, കാരണം ഇദാ സബറ, ഓൻ ക്ഷമിക്കുകയാണെങ്കിൽ, തഖദ്ദമു, ജനങ്ങൾ മുന്നോട്ട് നിൽക്കും, ഇൻദ ഇഖാമത്തി സുഫൂഫി, സഫുകൾ നേരെയാക്കുമ്പോൾ, വ തസ്ഫിയത്തിഹ, അതിനെ ചൊവ്വാക്കുമ്പോഴും, ലിസ്സലാത്തി നിസ്കാരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫഇന്നഹു യുൻദബു ലിൽ ഇമാമി അൻ യഅ്മുറ
ബി തസ്വിയത്തിഹ. കാരണം ഇമാമിനിക്ക് അത് സുന്നത്താണ് സഫിനെ സമമാക്കൽ കൊണ്ട് കൽപ്പിക്കല്. കമാ ഫഅല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് വെള്ളിയാഴ്ചയിലെ ആ തഹത്തിദ്ദിഖാബ് ഒഴിവാക്കണം, ജനങ്ങളെ ചാടിക്കടന്ന് മുന്നോട്ട് പോകുന്നത് ഒഴിവാക്കണം, പെരടിയിലൂടെ കാല് പൊന്തിച്ച് വെച്ച് ഉള്ള പോക്ക് ഒഴിവാക്കണം എന്ന് പറയുന്ന വിഷയം പറയുന്നിടത്താണ് ജുമുഅന്റെ അധ്യായത്തിൽ ഇക്കാര്യം ഉററുൽ ബഹിയയിലും മേൽ പറയപ്പെട്ട കിതാബുകളിലും പറയുന്നത്. അപ്പോൾ വെള്ളിയാഴ്ചയിലും സഫ് സമമാക്കാൻ വേണ്ടി കൽപ്പിക്കൽ ഇമാമിന് സുന്നത്തുണ്ട് എന്ന് ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു അഅലം. വെള്ളിയാഴ്ചയിൽ ഖുതുബ നിർവഹിച്ച് കഴിഞ്ഞാൽ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ ഇടയിലുള്ള മുവാലാത്ത് ഷർത്തായതുകൊണ്ട് മുവാലാത്ത് മുറിയാതിരിക്കണമെങ്കിൽ 1.5 മിനിറ്റിൻ്റെ ഉള്ളിലായിക്കൊണ്ട് അവൻ നമസ്കാരത്തിൽ പ്രവേശിച്ചിരിക്കണം. അല്ലെങ്കിൽ അഖഫ് മുംകിനായ രീതിയിൽ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നതിൻ്റെ ഉള്ളിൽ, അതിന് 1.5 മിനിറ്റ് സമയമാണ് വരിക, അതിൻ്റെ ഉള്ളിലായിക്കൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിച്ചിരിക്കണം ഇമാമ്. അല്ലെങ്കിൽ മുവാലാത്ത് നഷ്ടപ്പെടും, നമസ്കാരവും ഖുതുബയും ഒക്കെ നഷ്ടപ്പെടും. അവിടെ ഖത്തീബുമാർ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥലമാണ്. സഫ് ശരിപ്പെടുത്താൻ വേണ്ടി കൽപ്പിക്കുക, അത് സുന്നത്തുണ്ട്. ഇഖാമത്തിൻ്റെ ശേഷമുള്ള ദുആയും സുന്നത്തുണ്ട്. അല്ലാത്ത മറ്റു ചെറിയ രീതിയിലൊക്കെ ചില ഖത്തീബുമാർ ചെയ്യുന്നത് പോലെയുള്ള പ്രസംഗങ്ങൾ തീർത്തും ഒഴിവാക്കേണ്ടതാണ്. അത് ഈ ഖുതുബ ഫസാദാക്കാൻ ഇടവരുത്തും. ഇഖാമത്തിൻ്റെ ശേഷമുള്ള സ്വലാത്തും ദുആയും അതുപോലും സുന്നത്തില്ലെന്ന് പറഞ്ഞ ഇമാമുകളും ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്, മുവാലാത്ത് സൂക്ഷിക്കാൻ വേണ്ടി. ബാങ്ക്, ഇഖാമത്ത് ഇവക്ക് ശേഷം അവ നിർവഹിച്ചവരും അത് കേട്ടവരും ഒക്കെ ദുആ ചെയ്യണമല്ലോ. ആ കാര്യം പറഞ്ഞ സ്ഥലത്ത് വസുന്നലി കുല്ലിൻ മിൻ മുഅദ്ദിനിൻ വ മുഖീമിൻ വ സാമിഇൻ വ മുസ്തമിഇൻ ഐലിൽ അദാനി വൽ ഇഖാമത്തി. ബാങ്ക് കൊടുത്തവൻ, ഇഖാമത്ത് കൊടുത്തവൻ, അത് കേട്ടവൻ, ശ്രദ്ധിച്ചവൻ, ഇത് ബാങ്കിനെയും ഇഖാമത്തിനെയും, അവർക്ക് സുന്നത്താണ് യുസല്ലിയ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക ബഅദ ഫറാഖിഹിമ, ബാങ്ക് ഇഖാമത്തിൽ നിന്ന് പിരിഞ്ഞ ശേഷം എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിലൊക്കെ കാണാം. ഇവിടെ നിഹായത്തു സൈനിൽ ഇല്ലാ ഇമാമൽ ജുമുഅത്തി, ജുമുഅന്റെ ഇമാമു ഒഴികെ, ഫിൽ ഇഖാമത്തി, ഇഖാമത്തിന്റെ കാര്യത്തിൽ, കമാ ഖാലഹു അലിയുൽ വന്നായി, ഇമാം അലിയുൽ വന്നായി പറഞ്ഞ പ്രകാരം എന്ന് കാണാം. അപ്പോൾ അലിയുൽ വന്നായി എന്നവർ ഇഖാമത്തിന്റെ ശേഷമുള്ള ആ സ്വലാത്ത്, റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അത് വെള്ളിയാഴ്ചയിലെ ഇമാമിന് സുന്നത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം നിഹായത്തു സൈൻ വ്യക്തമാക്കുന്നു. മറ്റു ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഈ അലിയുൽ വന്നായി പറഞ്ഞതല്ലാത്ത മറ്റു ഇമാമുകൾ ആരും അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫത്ഹുൽ മുഈൻ അടക്കം തുഹ്ഫ അടക്കമുള്ള കിതാബുകളിൽ ഈ ജുമുഅയിലെ ഇമാമിനെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവർക്കും അത് സുന്നത്താണ്. പക്ഷെ ഇവിടെ മുവാലാത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് അലിയുൽ വന്നായി എന്നവർ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് അൽ ഫത്താവൽ മുഅ്തമദ ഫി മിൻ ഖുലാസത്തി ഫിഖ്ഹി ശാഫിഇയ്യ എന്ന ഒരു ഗ്രന്ഥം ഹിജറ 1329 വഫാത്തായ, ഏകദേശം 117 വർഷം മുമ്പ് വഫാത്തായ ഈ അല്ലാമ അൽ ഫഖീഹുൽ മുവഫഖ് ഹബീബ് ബിൻ യൂസുഫ് എന്നവർ ഷെയ്ഖുൽ മദ്രസത്ത് ഷാഫിഇയ്യ, അവിടുത്തെ
മദ്രസത്തു ഷാഫിഇയ്യയിലെ ഷെയ്ഖാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം ഇഖാമത്തിൻ്റെ ശേഷം സ്വലാത്തും ദുആയൊന്നും ഇമാമിനും മഅ്മൂമിനൊക്കെ സുന്നത്തുണ്ടോ എന്ന വിഷയം ചർച്ച ചെയ്തിടത്ത് ഈ അലിയുൽ വന്നാഇൻ്റെ ഉദ്ധരണി നിഹായത്തു സൈനിൽ കൊടുത്തതിനെ ഉദ്ധരിച്ച ശേഷം പറയുന്നത് മുവാലാത്ത് നിർബന്ധമായതുകൊണ്ട് ഈ ഇമാമ് അവിടെ ഇഖാമത്തിൻ്റെ ശേഷം സ്വലാത്തോ ദുആയോ നിർവഹിക്കാതെ നേരെ നമസ്കാരത്തിൽ പ്രവേശിക്കണം എന്നാണ്. അതിന് അദ്ദേഹം നിഹായത്തു സൈനിൽ അലിയുൽ വന്നായി റഹ്മത്തുള്ളാഹിയെ തൊട്ട് പറഞ്ഞത് സ്വലാത്തിനെ ജുമുഅന്റെ ഇമാമിനിക്ക് സുന്നത്തില്ല എന്നാണ്. പക്ഷേ ശേഷം സുമ്മ യഖൂലു അഖിബ ദാലിക അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവത്തി താമത്തിന് ശേഷം പറയുന്നുണ്ട്. ആ ശേഷം പറയുന്ന സുമ്മ കൊണ്ട് അത്ഫ് ചെയ്തത് അത് ഇവിടേക്കും ബാധകമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ സമർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇഖാമത്ത് സ്വലാത്ത് മാത്രമല്ല അലിയുൽ വന്നായി ഉദ്ദേശിച്ചത്, ആ ഇഖാമത്തിൻ്റെ ശേഷമുള്ള ദുആയും വെള്ളിയാഴ്ചയിലെ ഇമാമിന് സുന്നത്തില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമായി മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അത് രണ്ടും വേണ്ട എന്ന് അദ്ദേഹം പറയുന്നത് പോലെ തന്നെയാണെങ്കിൽ പോലും അത് അലിയുൽ വന്നാഇൻ്റെ ഒരു നിരീക്ഷണമായി അഭിപ്രായമായി മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. മറ്റു ഇമാമുകളാരും അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാഹു അഅലം ബിസ്സവാബ്. ഖുതുബ നമസ്കാരത്തേക്കാൾ ചുരുങ്ങുക അത് സുന്നത്താണ്. വാൻ തകൂന ഖസീറത്തൻ ബിൻ നിസ്ബത്തി ലിസ്സലാത്തി. നിസ്കാരത്തിലേക്കാണ് ഖുതുബ ചുരുങ്ങണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിസ്കാരത്തിലേക്ക് ചേർത്തി നോക്കിക്കൊണ്ട് ഖുതുബ ഖസീറത്താകണം, ചുരുങ്ങിയതാകണം. ലി ഖബരി മുസ്ലിമിൻ, ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസിലുള്ളത് അത്തീരു സലാത്ത വഖുസുറുൽ ഖുതുബത്ത, നിസ്കാരത്തെ നിങ്ങൾ നീട്ടുകയും ഖുതുബയെ ചുരുക്കുകയും ചെയ്യുവീൻ എന്നാണ്. ഫതകൂനു മുതവസ്സിത്തൻ, അപ്പോൾ നിസ്കാരത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഖുതുബ ചുരുങ്ങണം എന്ന് പറഞ്ഞാൽ പൊതുവെ ഖുതുബ ഒരു മധ്യനിലയിലാകണം എന്നാണ്. വലാ യുആരിദുഹു ഖബറു ഇന്ന സലാത്തഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത്ത് ഖസ്തൻ. ഈ പറഞ്ഞത് റസൂലുള്ളാഹിന്റെ നിസ്കാരം ഒരു മധ്യനിലയിലായിരുന്നു എന്നുള്ള ഹദീസിനോട് എതിര് വരൂല. കാരണം എന്തുകൊണ്ട്? ഇവിടെ അന്നത്തൂല വൽ ഖസ്റ, ദീർഘമാകലും ചുരുങ്ങലും മിനൽ ഉമൂരി നിസബിയത്തി, അത് മറ്റൊന്നിലേക്ക് ചേർത്തി നോക്കിയിട്ട് പറയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ നിസ്കാരം എത്ര നീളുന്നോ അതിനനുസരിച്ച് ഖുതുബ അതിനേക്കാൾ കുറയണം. ഫഉലിമ അന്ന ഖിറാഅത്ത ഖാഫ് ഫിൽ ഊല, ഒന്നാം ഖുതുബയിൽ ആ ഖുതുബ കഴിഞ്ഞ ശേഷം ഖാഫ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് എന്ന് അയിമത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ശേഷം പറയും ഇൻഷാ അല്ലാഹ്. ആ ഖാഫ് സൂറത്ത് ഓതൽ അത് ലാ യുനാഫി കൗനഹ ഖസീറത്തൻ, ഖുതുബ ചുരുങ്ങിയതാവണം എന്നുള്ളതിനോട് എതിരു വരികയില്ല. തന്നെയുമല്ല ഇമാം അദ്റഈ തങ്ങൾ പറയുന്നു, ഈ ഖുതുബ ചുരുങ്ങുക അതല്ലെങ്കിൽ ദീർഘമാകുക എന്നുള്ളതൊക്കെ അത് സന്ദർഭങ്ങളുടെ വ്യത്യസ്തത്തിനനുസരിച്ച് കൊണ്ട് വ്യത്യസ്തമായി വരൽ വളരെ മെച്ചമായതാണ്. വഹസുന അൻ യഖ്തലിഫ ദാലിക ബിഖ്തിലാഫിൽ അഹ്വാലി ഫഖദ് യഖ്തലിൽ ഹാലു അൽ ഇസ്ഹാബ, ചിലപ്പോൾ സന്ദർഭം അവസ്ഥ തേടുക ഈ ഖുതുബയെ തത്വീൽ ചെയ്യലിനെയാണ്. അത്തത്വീല, ധാരാളം സംസാരിക്കേണ്ട സാഹചര്യം വരും. കൽ ഹസ്സി അലൽ ജിഹാദി ഇദാ ഖറുബൽ അദുവു ഔ സാല, ശത്രു അടുത്തെത്തിയാൽ അതല്ലെങ്കിൽ ശത്രു മുസ്ലിം സൈന്യങ്ങളുടെ മേൽ ചാടി വീഴുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ
അപ്പോൾ യുദ്ധത്തിൻ്റെ മേൽ ജനങ്ങളെ പ്രേരിപ്പിക്കണം, അതിനു വേണ്ടി കൂടുതൽ പറയേണ്ടി വരും ഖുതുബയിൽ. അത് ആ സന്ദർഭം അതാണ്. അപ്പോൾ അവിടെ ചുരുങ്ങണം എന്ന് പറയുന്നത് ശരിയല്ല. വക്കന്നഹിയൻ മുഅറമിൻ അമ്മ ഫീഹിം, അതുപോലെ തന്നെ ഒരു ഹറാമായ കാര്യത്തിനെ തൊട്ട് നിരോധിക്കേണ്ടി വരും. അമ്മ ഫീഹിം, ഈ ജനങ്ങളിൽ ആമായ ഹറാമാണ്. ഇപ്പൊ ആമായ ഒരു ഹറാമ് നടമാടിയ ഒരു ഘട്ടത്തിൽ അതിനെ തൊട്ട് ജനങ്ങളെ തടയാനും അവരെ ഉത്ബുദ്ധരാക്കാനും ചിലപ്പോൾ കൂടുതൽ പറയേണ്ടി വന്നാൽ അപ്പോഴും അതിനു വേണ്ടി ഖുതുബ ദീർഘമാവുന്നതിന് വിരോധമില്ല എന്ന് ഇമാം അദ്റഈ തങ്ങൾ പറയുന്നു. ബുസ്റൽ കരീം 2-ാം വാള്യം 8-ാമത്തെ പേജ്. അത് മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളൊക്കെ നിസ്കാരം ഒന്നുകിൽ സബ്ബിഹിസ്മയും അൽഹത്താക്കയും ഓതിക്കൊണ്ടാണ് ജുമുഅ നമസ്കരിക്കുക. അതല്ലെങ്കിൽ സൂറത്ത് മുനാഫിഖൂനെയും ജുമുഅ സൂറത്തും മുനാഫിഖൂന സൂറത്തും ഓതിക്കൊണ്ടാണ്. രണ്ടായാലും അതിന് എത്ര സമയം വരുമോ അതിനേക്കാൾ കുറയണം ഖുതുബ. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഖുതുബ ചുരുങ്ങലും നമസ്കാരം അതിനേക്കാൾ അധികരിക്കലും, നിസ്കാരത്തിനെ അപേക്ഷിച്ച് ഖുതുബ ചുരുങ്ങുക എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് വ അന്ന ഖസ്റഹ അലാമത്തുൻ അലൽ ഫിഖ്ഹി. ഇങ്ങനെ ഖുതുബ ചുരുങ്ങുക എന്നുള്ളത് ആ ഖുതുബ നിർവഹിക്കുന്ന ആൾക്ക് ഫിഖ്ഹ് അറിയും എന്നുള്ളതിൻ്റെ മേൽ അടയാളമാണ്. അതായത് അന്നദാലിക ഫി ഫിഖ്ഹി റജുലി, ഒരു മനുഷ്യൻ്റെ ഫിഖ്ഹിൽ അവൻ്റെ ഫിഖ്ഹിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലാണത്. വേറെ ചില ഇബാറത്തുകളുള്ളത് തൂലു സ്വലാത്തു റജുലി വ ഖസ്റു ഖുതുബത്തിഹി, ഒരു മനുഷ്യൻ്റെ നമസ്കാരം നീളലും ഖുതുബ ചുരുങ്ങലും, നിസ്കാരത്തിനെ കാണാൻ ഖുതുബ ചുരുങ്ങലും മഇന്നത്തും മിൻ ഫിഖ്ഹിഹി, മഇന്നത്ത് എന്ന് പറഞ്ഞാൽ അലാമത്തുൻ അലൈഹി, അവൻക്ക് ഫിഖ്ഹ് അറിയും എന്നുള്ളതിൻ്റെ മേൽ അടയാളമാണ്. തുഹ്ഫ 2461, ഷർഹു ബാഫദിൽ ഖുർദി അടക്കം 266. അപ്പോൾ അക്കാര്യം നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഓതി വരുന്ന പല ഖുതുബകളും വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഖുതുബ ധാരാളമായി വരും, നമസ്കാരം വളരെ കുറവായിട്ടും വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുതുബയുടെ അർക്കാനുകൾക്കിടയിൽ മുവാലാത്ത് ഷർത്താണ്. വൽ അദ്ഹറു ഇസ്തിറാത്തുൽ മുവാലാത്തി ബൈന അർക്കാനിഹിമ, രണ്ട് ഖുതുബയുടെയും ഫർളുകൾക്കിടയിൽ മുവാലാത്ത് തുടർച്ചയായി കൊണ്ടുവരിക എന്നുള്ളത് ഷർത്താണ്. അതുപോലെ തന്നെ ബൈനഹുമാ വ ബൈന സ്വലാത്തി, രണ്ട് ഖുതുബന്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിലും മുവാലാത്ത് ഷർത്താണ്. ആ മുവാലാത്ത് ഷർത്താണെന്ന് പറഞ്ഞത് ബി അല്ലാ യഫ്സില തവീലൻ ഉറുഫൻ, ഉറുഫിൽ ദീർഘമായ നിലക്ക് വിട്ടുപിരിക്കാതിരിക്കുക. ബിമാ ലാ തഅല്ലുഖ ലഹു ബിമാ ഹുവ ഫീഹി ഫിമാ യദ്ഹറു മിൻ നളാഇരിഹി, ഈ അർക്കാനുകളോട് ബന്ധമില്ലാത്ത ഒന്നുകൊണ്ട്, അവൻ ഏതൊന്നിലാണോ ഉള്ളത് അതിനോട് ബന്ധമില്ലാത്തതുകൊണ്ട്, അർക്കാനുകളിൽ നിന്ന് അവൻ ഏതൊന്നിലാണോ ഉള്ളത് അതിനോട് ബന്ധമില്ലാത്ത ഒന്നുകൊണ്ട് ദീർഘമായ നിലക്ക് വിട്ടുപിരിക്കാതിരിക്കുക. അപ്പോൾ അർക്കാനുകൾക്കിടയിൽ ഫസ്ല് വരരുത്. ദീർഘമായ ഫസ്ല് എന്ന് പറയുന്നത് അഖല്ല് മുംകിനായ രീതിയിൽ 2 റക്അത്ത് നമസ്കാരത്തിൻ്റെ ഖദറാണ് ദീർഘമായ ഫസ്ല് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ ഒന്ന് മുവാലാത്തിന് ഭംഗം വരുത്തുകയില്ല. വമാ ദൂനഹു ലാ യുഖില്ലു ബിൽ മുവാലാത്തി, അഖല്ലു മുജ്സി ആയ
നിലക്കുള്ള 2 റക്അത്തിന്റെ ഖദറിന്റെ താഴെയുള്ളത് മുവാലാത്തിന് ഭംഗം വരുത്തുകയില്ല. ഏകദേശം 1.5 മിനിറ്റാണ് അഖല്ലു മുജ്സി ആയ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മതിയാകുന്ന വിധത്തിൽ 2 റക്അത്ത് നമസ്കാരത്തിന്റെ സമയം. അതിനേക്കാൾ താഴെയായിരിക്കണം എന്ന് സാരം. അപ്പോൾ ഖിറാഅത്തിനെ നീട്ടുമ്പോൾ ആ നീട്ടുന്നതിൽ വഅദ് ഉപദേശമുള്ള നിലക്കുള്ള ആയത്തുകളെ കൊണ്ട് നീട്ടിയാൽ അതുകൊണ്ട് മുറിയൂല. അതുപോലെ തന്നെ ഉപദേശങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള ആയത്തുകളെ കൊണ്ടാണ് നീട്ടിയതെങ്കിൽ അവിടെ മുവാലാത്തിനെ മുറിക്കുമെന്നും ഇമാമുകൾ വ്യക്തമാക്കുന്നുണ്ട്. തുഹ്ഫയുടെ 2457 ഈ പറഞ്ഞത്. ഇവിടെ ഈ പറഞ്ഞ ثم رأيت بعضهم فصل فيما إذا طال القراءة بين أن يكون فيها وعظ فلا يقطع وألا فيقطع. ഖിറാഅത്തിനെ നീട്ടിയത് അതിൽ ഉപദേശം ഉള്ള ഖിറാഅത്താണ് ദീർഘമായി കൊണ്ടുവന്നതെങ്കിൽ അത് മുവാലാത്തിനെ മുറിക്കുകയില്ല. വഅദ് ഇല്ലാത്ത ഉപദേശമില്ലാത്ത ഖിറാഅത്തിനെയാണ് അവൻ നീട്ടിയതെങ്കിൽ, മതിയായ ഒരായത്തിനേക്കാൾ നീട്ടിയത് ഉപദേശമില്ലാത്ത ഖിറാഅത്താണെങ്കിൽ അത് ഫയഖ്തഉ മുവാലാത്തിനെ മുറിക്കും എന്നിങ്ങനെ ചില പണ്ഡിതന്മാർ ഇവിടെ വിട്ടുപിരിച്ചതായി ഞാൻ കണ്ടു എന്ന് തുഹ പറഞ്ഞു. ആ പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് ബുശ്റൽ കരീമിലും അതുപോലെ തന്നെ ഇസ്മിദുൽ ഐനയിലൊക്കെ കാണാൻ കഴിയും. തുഹഫയിൽ പറഞ്ഞതിൽ നിന്ന് വമിൻഉ യൂഖദു, ഈ പറഞ്ഞതിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും അന്ന സായിദ അലൽ ആയത്തി മിനൽ ഖിറാഅത്തി, അന്നമാ സാദ മിനൽ ഖിറാഅത്തി അലാ ആയത്തി, ഒരു ആയത്താണ് മതിയായത്, ആ ആയത്തിനേക്കാൾ അധികമായി കൊണ്ടുവരുന്നത് ലൈസ മിനർ റുക്കിനി, അത് ഈ ഫർളായ റുക്കിനായ ആ ഖിറാഅത്തിൽ പെട്ടതല്ല. വഹുവ ഖാഇദത്തു മാ യതജസ്സഉ കർറുകൂഇ അന്ന അഖല്ല മുജ്സിഇൻ മിന്നു യഖഉ വാജിബൻ വസ്സായിദ അലൈഹി സുന്നത്തൻ. ഒരു നിയമമുണ്ട്, സംശയിച്ചു വരുന്ന ഒരു കാര്യം, ഉദാഹരണം റുക്കൂഅ്, ആ റുക്കൂഇൽ നിന്ന് അഖല്ല മുജ്സി മിന്നു, അതിൽ നിന്ന് ഏറ്റവും മിനിമം മതിയായത് യഖഉ വാജിബൻ, അത് റുക്കൂഇൽ നിന്നും നിർബന്ധമായ റുക്കൂഇൽ നിർബന്ധമായിട്ടും മതിയാകേണ്ടതായിട്ട് സംഭവിക്കും. അതിനേക്കാൾ അധികമുള്ളത് സുന്നത്തും കൂടിയാണ്. റുക്കൂആണെങ്കിലും സുജൂദാണെങ്കിലും നിർബന്ധമായ റുക്കൂഅ്, നിർബന്ധമായ ആ സുജൂദ്, റുക്കൂഅ് സുജൂദ് നിർബന്ധമാണ്, അതിൽ നിർബന്ധമായും ആവശ്യമായത് എത്രയാണോ അത്രയും കഴിഞ്ഞ് ബാക്കിയുള്ളത് സുന്നത്താണ്. വഹീനൈദിൻ, ഈ സന്ദർഭത്തിൽ ഫമാസാദ അലൽ വാജിബി, വാജിബിനേക്കാൾ അധികമുള്ള ഒന്ന്, നിർബന്ധമായി ആവശ്യമുള്ള ഖിറാഅത്ത്, അതിനേക്കാൾ അധികമുള്ളത് താലൽ ഫസ്ലു ബിഹി, ആ അധികമുള്ളത് കൊണ്ട് വിട്ടുപിരിയൽ ദീർഘമാവുകയും ചെയ്തു, അഖല്ലു മുംകിനായ നിലക്കുള്ള 2 റക്അത്തിലേക്ക് എത്തി, ഏകദേശം 1.5 മിനിറ്റിലേക്ക് എത്തി എങ്കിൽ യഖ്തഉൽ മുവാലാത്ത, അത് മുവാലാത്തിനെ മുറിക്കും. വബിമിസ്ലിഹി യുഖാലു ഫി ദുആഇ, ഇതുപോലത്തത് കൊണ്ട് ദുആയിലും പറയപ്പെടും. ദുആയിലും ആവശ്യമായ ദുആ കഴിച്ച് ബാക്കിയുള്ളത് സുന്നത്താണ്. ആ സുന്നത്തിനെ അഖല്ല് മുംകിനായ രീതിയിലുള്ള 2 റക്അത്തിലേക്ക് എത്തും വിധം ദീർഘമാക്കിയാൽ അവിടെ മുവാലാത്ത് നഷ്ടപ്പെടും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാധ്യം. അപ്പം അതൊക്കെ നമ്മൾ ദുആ വല്ലാതെ ദീർഘമാക്കുമ്പോൾ
അതല്ലെങ്കിൽ ഖിറാഅത്തിനെ വല്ലാതെ ദീർഘമാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് സാരം. ബുശ്റൽ കരീം 2:8, ഇസ്മിദുൽ ഐനൈനി 80, തുഹ്ഫ ഷെർവാനി സൈദം 2457. വലാ യഖ്തഉഹാ നഫ്സുൽ വഅളി വഇൻ താല. എന്നാൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു വിഷയം, ഈ മുവാലാത്തിനെ മുറിക്കുകയില്ല തനി വാഴ്. വൈൻ താല വാഴ് ഉപദേശം അത് എത്ര ദീർഘമായാലും അത് മുവാലാത്തിനെ മുറിക്കുകയില്ല എന്നാണ്. നിർബന്ധമായും ആവശ്യമായ ആ ഖദർ കഴിഞ്ഞു ബാക്കി ദീർഘമായാലും അതുകൊണ്ട് മുവാലാത്ത് നഷ്ടപ്പെടുകയില്ല. കാരണം ലി അന്നഹു മിൻ മസാലിഹിൽ ഖുതുബത്തി, വാഴെന്ന് പറയുന്നത് ഖുതുബയുടെ മസ്ലഹത്തുകളിൽ പെട്ടതാണ്. ഫൽ ഖുതുബത്തു തവീലത്തു സഹീഹത്തുൻ, അപ്പോൾ ആ നിലക്ക് ദീർഘമായ ഖുതുബ സഹീഹായതാണ്. വലാ യളുറുൽ വഅളു ബൈനൽ അർക്കാനി, റുക്കിനുകൾക്കിടയിൽ വഅള് ബുദ്ധിമുട്ട് വരുത്തുകയില്ല എന്നാണ്. വൈൻ താല ഉർഫൻ, ഉർഫിൽ അത് എത്ര ദീർഘമായാലും ശരി. ഇല്ലാ ഇൻ താല ബി ഗൈരിൽ അറബിയത്തി കസുക്കൂത്തി, അറബി അല്ലാത്ത ഭാഷയിൽ, അറബിയേതര ഭാഷയിലാണ് വാഴെങ്കിൽ അതുകൊണ്ട് മുവാലാത്ത് മുറിയും. കസുക്കൂത്തി തവീൽ, ദീർഘമായ സുക്കൂത്ത് പോലെ തന്നെ. അപ്പം അറബിയേതര ഭാഷ കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഈ അക്കല്ല് മുംകിനായ രീതിയിലുള്ള 2 റക്അത്തിലേക്ക് എത്തും വിധം കൊണ്ടുവന്നാൽ അവിടെ മുവാലാത്ത് മുറിയും എന്നാണ്. ഖല്ലൂബി 1:325. അതുപോലെ വഅള് സാധാരണഗതിയിൽ എത്ര ദീർഘമായാലും അതുകൊണ്ട് കുഴപ്പമില്ല, മുവാലാത്ത് മുറിയൂല എന്ന് പറഞ്ഞത് ജമൽ 2:28, ബുജൈരിമി 1:390. അപ്പോൾ വഅള് അർക്കാനുകൾക്കിടയിൽ കൊണ്ടുവരാം. ഇനി അർക്കാനുകൾ കഴിഞ്ഞ ശേഷമായാലും വിരോധമില്ല എന്ന് മനസ്സിലാക്കാം. കാരണം വഅളാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഖുതുബയുടെ അവസാനം ദുആ കഴിഞ്ഞ ശേഷം ചില ഉപദേശമടങ്ങിയ ആയത്തുകൾ, പ്രധാനപ്പെട്ട ചില ആയത്തുകൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വ ഈതാഇ ദിൽ ഖുർബാ വ യൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗ്യി യഅ്ളുക്കും ലഅല്ലക്കും തദക്കറൂൻ എന്ന് പറയുന്ന ഒരു വഅള്, ജാമിഉ എല്ലാത്തിനെയും ജാമിആക്കുന്ന ഒരു വഅളാണത്. അപ്പം അത് ഈ ദുആഇന് ശേഷം നമ്മൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ കൊണ്ടുവരുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് മനസ്സിലാവുന്നു. അല്ലാഹു അഅലം.